അതെ, നിങ്ങളോട് എണീക്കണ്ടെന്നാ പറഞ്ഞ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ആരെങ്കിലും ഒന്ന് പരിഗണനയല്ലേ സ്കൂളിൽ പോകുന്ന ടീച്ചറാ പോകുന്നത്. ഈ ടീച്ചർ പെണ്ണുങ്ങൾ ഇരിക്കുമ്പോൾ അമ്മേനോട് വന്നവരുണ്ടെങ്കിലേ ഞാൻ പേടിപ്പിച്ചു ബസ് കയറിയത്. അല്ല, ഒരു അമ്മയ്ക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു. അന്നേരം അപ്പൊ ആണുങ്ങൾ ആരും വീട്ടിലെ പെണ്ണുങ്ങൾ അതിൽ പെണ്ണുങ്ങളാണെങ്കിൽ പറഞ്ഞു വാക്ക് തർക്കോ അടിയും വേളയെടുത്തോ പച്ചത്തെറിയ പറഞ്ഞത്. അപ്പൊ ബസ് ഇവിടെ നിർത്തിയിട്ട് ഈ കരുവണ്ണൂര് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറ പുതിയപ്പുറം തന്നെയാ പറഞ്ഞേ. ബുദ്ധിമുട്ടിക്കരുത് അങ്ങനെ പറയുന്നത്. ആൾക്കാർ അമ്മ വന്നിനു സീറ്റ് കഴിഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചു. മൂപ്പര് വേളി വയ്യല്ല, മൂപ്പര് പ്രശ്നമല്ല മൂപ്പര് ആ ചങ്ങായി അതിന് കൊല്ലാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. സ്ത്രീകളെ സീറ്റിലാണോ? അല്ല, ഏതായാലും സീ ഒന്നും നോക്കണ്ടല്ലോ. ഒരു പ്രായ ആൾക്കാർ ഇംഗ്ലമ്മ ഇംഗ്ലമ്മയാലും ഒരു സീറ്റ് ആള് കയറി ഞാൻ കയറിയതാ. ഞങ്ങളോട് അവൻ ഒറ്റയിടിയാ പറയാനൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞ കൊണ്ട് തോന്നിയ സാർ പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഇരിക്കും. നിങ്ങൾ അങ്ങനെ കള്ളത്തരം പറയുകയാണെങ്കിൽ കള്ളത്തരം പറയാം. പിന്നെ ഞാൻ എന്തായാലും പറഞ്ഞു തോന്നിയാസം തോന്നിയാസം പറയുമ്പോ ഒരു ഇഞ്ചി പിടിച്ചിരുന്നു. അത് പറ്റുമോ? പറ്റല്ലോ. ചേലക്കാണ്ട് പോയുടെ അതെനിക്ക് മനസ്സിലായി. പിടിച്ചിട്ട് പറ്റുമോ? ഈ വണ്ടിക്കുള്ളിൽ കൊടുത്ത ആള് വന്ന് നിങ്ങളാരും മനസ്സിലാക്കിയല്ല. അടി ഉണ്ടായ വണ്ടി നിങ്ങൾ എന്തെങ്കിലും തീരുമാനം കൊടുത്ത സർവീസ് നടത്താൻ പറ്റില്ല, ഓടാൻ പറ്റില്ല എന്ന് പറയാം. വെറുതെ ബാക്കിയെല്ലാരും സീറ്റില്ലാതെ വണ്ടി കയറ്റി വിടില്ലല്ലോ. ഈ വണ്ടിയിലല്ലാണ്ട് പോവില്ല ചേട്ടാ. ഈ വണ്ടിയിലല്ലാണ്ട് പോവില്ല. എനിക്ക് പോലീസുകാരോട് സംസാരിക്കണ്ടേ? നിങ്ങൾ എവിടുന്ന് തുടങ്ങിയത്? സൗജന്യ യാത്ര സീൻ ഉണ്ടാക്കിയപ്പോ ഫസ്റ്റ് തന്നെ ഇങ്ങനെ മുഷ്ടി പിരിച്ചിട്ടാണ് പല്ലും കഴിച്ചിരിക്കാൻ വന്നത്. ഫസ്റ്റ് അതിനുശേഷം വർത്താനം മുറിയത്. അതാ പറഞ്ഞേ, അത്ര സംസ്കാരമില്ലാത്ത അമ്മേനെ എന്ന് പറഞ്ഞിട്ട് എത്രയും പെണ്ണുങ്ങളെ അപ്പൊ പ്രായമുള്ളൊരു ഇവരെപ്പലുള്ള സ്ത്രീയാന്ന് തോന്നുന്നു. അപ്പൊ എണീറ്റ് കൊടുക്കാത്തോണ്ട് അപ്പൊ ആ ഇരുന്ന ആളെന്നോട് പറഞ്ഞു എന്റെ കാലിന്റെ മുട്ട് വേദനയുള്ളതുകൊണ്ടാണ് എണീക്കാത്തത്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇയാള് വന്നിട്ട് പറഞ്ഞു എണീറ്റ് കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ കിടക്കൂലെന്നൊക്കെ എന്നോട് പറഞ്ഞത്. ബസ് കയറുന്നത്. ബസ് ഞങ്ങൾക്ക് അറിയ പോലുമില്ല. പൊതുപ്രവർത്തകരാണ്. അപ്പൊ ഒരു പ്രായപ്പെട്ട അമ്മയ്ക്ക് കേരളയ്ക്ക് നിൽക്കാൻ കഴിയായിട്ട് ഇങ്ങനെ പിടിച്ചു 75 വയസ്സിന്റെ മുകളിൽ. അപ്പൊ ഞാൻ ആരും ഒന്നും വേണ്ടിയിട്ടില്ല. അതിലൊരു അയ്യച്ചി പോയോ? അപ്പൊ അയ്യോ ഓലാന്ന് വർത്താനം പറഞ്ഞു. വർത്താനം പറഞ്ഞാൽ വേറെ ഒരു പെണ്ണുങ്ങൾ അതിലുണ്ട്. എനിക്ക് പേരും ആളെ ഒന്നും അറിയില്ല. പെണ്ണുങ്ങൾ അങ്ങോട്ട് പറയുമ്പടി എത്ര സീറ്റ് ഉണ്ട്, ആ പെണ്ണുങ്ങൾ പറയുന്നത് ന്യായാണോ? ഇങ്ങനെ കുറെ നേരമായിട്ട് പ്രസംഗിക്കുന്നു. അതൊന്നും നമ്മൾ ആരും മൈൻഡ് ചെയ്തില്ല. ഇത് അമ്മയ്ക്ക് പിടിക്കാൻ പറ്റാണ്ട് ഒന്ന് എണീറ്റ് കൊടുത്ത് പ്രായമായ പെണ്ണുങ്ങളല്ലേന്ന് ചോദിച്ചു. അന്നേരം ഈ ചങ്ങായി കയറിയിട്ട് പറഞ്ഞ് പ്രായമായ കിഴിക്കാന് ഇവിടെ സ്ത്രീകളെ സീറ്റിൽ അയാൾ എന്ത് പറയുന്നുണ്ട്, ഈ പിന്നെ ബസ് സീറ്റ് പൈസ കൊടുത്ത് കയറിയതാണ്, നിങ്ങൾ മുന്നിലേടിയും പോയിരുന്നോന്നൊക്കെ ഈ ഇരിക്കുന്ന ആള് പറയുന്നു. അയാളെ കാല് വയ്യാന്ന് പറഞ്ഞു കേട്ടത് ഈ ചങ്ങായിയാന്ന് പറഞ്ഞു കേട്ടത്. ഇത് വൃദ്ധരായവർക്ക് ഇരിക്കുന്ന സീറ്റിലാണ് അയാൾ ഇരിക്കുന്നത്. കാണിച്ചു കൊടുത്ത് ഇത് വൃദ്ധരായിരിക്കുന്ന സീറ്റിലല്ലേ. അന്നേരം അയാൾക്ക് കാല് വയ്യായിട്ടാണ്. എന്നാ പിന്നെ അയാൾ എണീക്കണ്ട, അടുത്ത ആരെങ്കിലും ഒന്ന് എണീക്കുന്നു പറഞ്ഞു. അതിന് വേണു ഈ ചങ്ങായി വേറൊരു ചങ്ങായി ഓൻ ബസ് കയറി പോയി കഴിഞ്ഞു. ഇവര് അങ്ങോട്ട് എന്തൊക്കെ
എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞു. അന്നേരം പിന്നെ ഇവൻ പറഞ്ഞു മാനുഷിക പരിഗണനയ്ക്ക് മാത്രം നിങ്ങൾ എണീറ്റ് കൊടുത്താൽ മതി എന്നത്, വേറൊരു രീതിയിൽ എണീറ്റ് കൊടുക്കും. പിന്നെ ഇവരെ വായിന്ന് വന്നതൊക്കെ വെറും അമ്മേന്റെ മറ്റേ മറിച്ച് ലേഡീസ് എനിക്ക് പറയാൻ പറ്റൂല. രണ്ടുപേരും പറഞ്ഞ് ജീവിച്ചിട്ടില്ല. നമ്മൾ തമ്മിലൊരു വിഷയം ഉണ്ടാവും. നിങ്ങൾ എന്താ പറഞ്ഞോട് നിങ്ങൾ എന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അത് പറയുന്നതിന്റെ മുന്നേ നിങ്ങൾ വെറുതെ വർത്താൻ പറഞ്ഞു. നിങ്ങൾ വെറുതെ വർത്താൻ പറഞ്ഞു. വെറുതെ വർത്താൻ പറഞ്ഞു. അത് പറയുന്നത് ശരിയല്ല. കാരണം ഞാൻ വീട്ടിൽ സാർ ബസ് നിറയുന്ന ആളുകളൊക്കെ ഏകപക്ഷീയമായിട്ട് അതിനുള്ള ആളോടൊന്നും സാർമാർ ചോദിച്ചില്ലല്ലോ. കണ്ടക്ടർ ഒക്കെ അമ്മയ്ക്ക് 10-75 ഒരു ബന്ധമില്ല. ഇങ്ങനെ കളിക്കുന്നു തുടക്കം മുതലേ എങ്ങനെ എന്നെ സംബന്ധിക്കുന്ന കാര്യം എനിക്ക് പറഞ്ഞു. എന്നെ മാറ്റി ഞാൻ കൊണ്ടുപോകുമ്പോ എന്നെ കേസാക്കണോ? എല്ലാരും കേൾക്കുന്നല്ലോ പറഞ്ഞോ. എനിക്ക് വിഷയമൊന്നുമില്ല. പബ്ലിക് ഞാൻ സംസാരിക്കാം. ഞാനൊക്കെ പബ്ലിക് സംസാരിക്കുന്ന കൂടുതൽപ്പെട്ട ആളാണ്. ഞാനൊരു പാർട്ടിയുടെ പൊതുപ്രവർത്തകൻ എന്നുള്ള സ്ഥാനിരിക്കുന്ന ആളാണ്. പോലീസുകാരൊക്കെ നല്ല ബന്ധമുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മള് ഞാൻ പറയാം, ഈ സമാധാനത്തോടെ അങ്ങോട്ട് ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് സീറ്റ് വേണം മറാഠി ഉണ്ടാക്കിയാലല്ലോ. ഞാൻ ചോദിച്ചല്ലോ, ഞാൻ കൂടെ എന്താ പറഞ്ഞത്? ഞാൻ എനിക്ക് വേണ്ടി ഞാൻ കൂടെ എന്താ പറഞ്ഞത്? ഞാൻ ഇത്രയും പബ്ലിക്കിന് മുമ്പിൽ ഒരു മിനിറ്റ് നിങ്ങൾ എന്റെ ഒക്കെ അമ്മയ്ക്ക് വയസ്സാവും. ചിലപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിന്ന് വരില്ല, ആരെങ്കിലും ഒക്കെ ഉണ്ടാകുക. ആ പരിഗണന അവർക്ക് കിട്ടണമെങ്കിൽ നമ്മളും അതുപോലുള്ള അമ്മമാരെ പരിഗണിച്ചേ പറ്റൂ. നിർബന്ധമല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് വേണം നല്ലല്ലോ പറഞ്ഞത്, ഇവർക്ക് വേണം നല്ലല്ലോ പറഞ്ഞത്. കൂടാ ആ പ്രായമുള്ള ആളുകൾക്ക് ഒരു സീറ്റ് കൊടുക്ക്. അത് കൊടുക്കണം നല്ലേ പറഞ്ഞുള്ളൂ. അതിനല്ലേ നിങ്ങൾ റോങ് ആയത്? ആ അമ്മേന്റെ മുഖത്ത് നോക്കിയല്ലേ നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ആ അമ്മേന്റെ മാനസിക വേദനകൾ മനസ്സിലാക്കിയോ? എന്റെ മോന്റെ പ്രായമല്ലേ അമ്മ ചിന്തിക്കില്ലേ? അതല്ലേ ചെയ്തോ? അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് നിൽക്കണ്ട. നിങ്ങൾക്ക് പറ്റുമോ മാറിക്കൊടുക്കാൻ? അത് ഇയാൾ ഇരിക്കുന്നില്ല. ഇയാൾ ഇരിക്കുന്നില്ല. ഇയാൾക്ക് നിൽക്കുകയാണ്, ഞാൻ നിൽക്കുകയാണ്. ഇരുന്ന കാരണം നമ്മളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രായമുള്ള അമ്മ അത്ര വയ്യ. ഹലോ, ഞാൻ നിന്നിട്ട് കമ്പി പിടിക്കാൻ വയ്യ. ഞങ്ങളൊക്കെ പിടിച്ചേക്കുന്ന ഇവരൊക്കെ ഇങ്ങനെ താങ്ങിക്കുക. ആ പെണ്ണുങ്ങളൊന്നും ഇരിക്കാൻ പറയാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് ഈ വിഷയമൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ എന്താ പറയുക അവരോട്? MLA സൂരജ് എം എൽ എ